മിശിഹായിലേറ്റം സ്നേഹിക്കപ്പെട്ടവരെ, ക്രൈസ്തവ ജീവിതത്തിൽ പരമപ്രധാനമായ അടിസ്ഥാന പ്രാധാന്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനാണ് ഇപ്പോൾ ദൈവം എനിക്ക് അവസരം നൽകിയിരിക്കുന്നത്. ആ പരമപ്രധാനമായ വിഷയം ഏതാണ്? യോഹന്നാൻ്റെ 3-ാം അധ്യായത്തിൽ 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. നിക്കോദേമോസ് എന്ന യഹൂദ പ്രമാണി യഹൂദന്മാരെ ഭയന്ന് രാത്രിയിൽ ഈശോയെ കാണാൻ വന്നു. ഈശോയെ കണ്ട് ഈശോയെക്കുറിച്ചുള്ള തൻ്റെ ആത്മാർത്ഥമായ അപ്രീസിയേഷൻ, ബഹുമാനം രേഖപ്പെടുത്തി. നീ ദൈവത്തിൽ നിന്നൊരു ഗുരുവാണെന്ന് ഞങ്ങൾക്കറിയാം. ദൈവം ഇല്ലെങ്കിൽ ഈ അടയാളങ്ങളൊന്നും പ്രവർത്തിക്കുവാൻ നിനക്ക് കഴിയുകയില്ല. ഈശോ ഈ സമയത്ത് ലോകമെമ്പാടുമുള്ള എല്ലാ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കും വേണ്ടിയുള്ള അടിസ്ഥാന പ്രാധാന്യമുള്ള ഒരു വചനം വളരെ കൃത്യതയോടെ നിക്കോദേമോസിനോട് പറഞ്ഞു. യോഹന്നാൻ 3:3, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. ഇത് നിക്കോദേമോസിനോട് പറയുന്നതാണെങ്കിലും നമ്മൾ ഓരോരുത്തരോടും പറയുന്നതായിട്ട് നമ്മൾ തിരിച്ചറിയണം. ലോകമെമ്പാടുമുള്ള എല്ലാ തിരഞ്ഞെടുക്കപ്പെട്ടവരോടും ദൈവം തന്നിലേക്ക് ആകർഷിക്കുന്ന, വിളിക്കുന്ന എല്ലാവരോടുമുള്ള ഒരു സന്ദേശമാണിത്. നിക്കോദേമോസിന് ഇതിനെക്കുറിച്ച് ഇപ്രകാരം ഇങ്ങനെ പ്രതികരിച്ചു. നിക്കോദേമോസ്, പ്രായമായ മനുഷ്യന് എങ്ങനെയാണ് അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ച് വീണ്ടും ജനിക്കാനാവുമോ? ഈശോ വീണ്ടും വളരെ കൃത്യതയോടും വ്യക്തതയോടും കൂടി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ, ജലത്താലും പരിശുദ്ധാത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും പരിശുദ്ധാത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ദൈവരാജ്യം എന്നുള്ളതിന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശദീകരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ദൈവരാജ്യം എന്നാൽ ഭൗതിക സമൃദ്ധിയല്ല, തീനും കുടിയുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും അനുഭവവും ഉണ്ടാകുക, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക. ഈശോ നിക്കോദേമോസിനോട് പറഞ്ഞു, ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. എന്താണ് ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിക്കുക? കത്തോലിക്കാ തിരുസഭയുടെ പഠനമനുസരിച്ച് അത് മാമോദീസായിൽ ആരംഭിക്കുകയാണ്. മാമോദീസായിലും നമ്മുടെ സഭ പഠിപ്പിക്കുന്ന, നമുക്ക് നൽകുന്ന 7 കൂദാശകളിലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ലഭിക്കും. എന്നാൽ മാമോദീസ സ്വീകരിച്ച, സ്ഥൈര്യലേപനം സ്വീകരിച്ച, കുർബാനയും വിശുദ്ധ കുർബാനയും മറ്റു കൂദാശകളും സ്വീകരിക്കുന്ന നമ്മളോട് ഈശോ വീണ്ടും പറയുകയാണ്, നീ വീണ്ടും ജനിക്കണം, ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിക്കണം. ഇതിനൊരു വിശദീകരണം കേരളത്തിലെ ഒരു ഭക്തഗായകൻ ഇങ്ങനെ പാടിയത് ഞാൻ ഓർക്കുന്നു. വചനമാകുന്ന ജലത്തിനാലും പാവനാത്മൻ രൂഹയാലും വീണ്ടും ഒരുവൻ ജനിച്ചിടേണം. പ്രൈസ് ദി ലോർഡ്. വചനമാകുന്ന ജലത്തിനാലും പാവനാത്മൻ രൂഹയാലും വീണ്ടും ഒരുവൻ ജനിച്ചിടേണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. യോഹന്നാൻ്റെ 3-ാം അധ്യായത്തിൽ 1 മുതൽ 8 വരെ ഉള്ള വാചകത്തിൽ, 8-ാം തിരുവചനത്തിൽ ഈശോ വ്യക്തമായ ഒരു അടയാളം, ഒരു പഠിപ്പിക്കൽ തരികയാണ്. അതിങ്ങനെയാണ്: കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതെവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഞാനൊരു കാര്യം ഓർക്കുകയാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം എറണാകുളത്ത് സെൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ പഠിക്കുന്നു. എറണാകുളത്ത് പച്ചാളത്ത് വിൻസെൻഷൻ ആശ്രമത്തിൽ താമസിച്ച് കോളേജിൽ പോകുന്നു. 20 വയസ്സ്. അന്ന് സമൂഹ പ്രാർത്ഥനയ്ക്ക് കൂടാതെ വൈകുന്നേരം ജപമാല ചെല്ലുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഞാൻ ഒറ്റയ്ക്ക് പോയി മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുവാൻ, പതിവായി പ്രാർത്ഥിക്കാൻ ഒരു പ്രേരണ കിട്ടി. അങ്ങനെ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ഞാൻ ഒരു സ്വരം കേട്ടു. ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, പരിശുദ്ധാത്മാവിനെ കിട്ടും. പരിശുദ്ധാത്മാവിനെ കിട്ടും എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനമോ അർത്ഥമോ എനിക്ക് പിടികിട്ടുന്നില്ല. 20-ാമത്തെ വയസ്സിൽ ഞാൻ ദൈവസ്വരം കേട്ടത് 23-ാമത്തെ വയസ്സായപ്പോൾ ഇതാ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം കിട്ടി. അതിങ്ങനെയാണ്. ഞാനൊരിക്കൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നൊവിഷ്യേറ്റിൽ വെച്ചാണ്. ആകാശത്തിൻ്റെ ഉച്ചിയിൽ ഒരു പ്രകാശഗോളം, പൂർണ്ണചന്ദ്രൻ്റെ മുഴുപ്പുള്ള പ്രകാശഗോളം, കത്തിച്ചൊലിക്കുന്ന പ്രകാശഗോളം. കണ്ണടച്ച് ആ ദർശനത്തെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ പ്രകാശഗോളം സാവധാനം ആകാശത്തിൻ്റെ ഉച്ചിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് എൻ്റെ ശിരസിൻ്റെ മുകളിൽ എൻ്റെ ഒരു ശരീരത്തിൻ്റെ ഒരു ഹാഫ് ദ ബോഡി ആൻഡ് ഫുൾ മൈൻഡ് ആൻഡ് ഹെഡ് ഫിൽഡ് വിത്ത് ഡിവൈൻ സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, സ്വർഗീയ പ്രകാശത്താൽ ഞാൻ നിറയുകയാണ്. സ്വർഗീയ പ്രകാശത്താൽ, സ്വർഗീയ ആശ്വാസത്താൽ, ദൈവസ്നേഹ അനുഭവത്താൽ ഞാൻ നിറയുകയാണ്. ഇതൊരു 15 മിനിറ്റ് തന്നു. പിറ്റേ മാസവും ഇതൊരു 15 മിനിറ്റ് ആവർത്തിച്ചു, ഇതേ ദർശനം. അങ്ങനെ 6 മാസങ്ങളിലായി ഈ ദർശനം 15 മിനിറ്റ് വീതം ആവർത്തിച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു പൂർണ്ണമായ മാറ്റം, വ്യക്തമായ മാറ്റം, ആന്തരിക സൗഖ്യം, ദൈവസ്നേഹാനുഭവം എനിക്ക് കിട്ടി. അന്ന് കിട്ടിയ ആ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം ഇന്നും നിലനിൽക്കുന്നു. ആത്മാവിൽ വീണ്ടും ജനിക്കുന്ന ഈ അനുഭവം, ഈ അനുഭവം എവിടം വരെ എത്തിച്ചു എന്നറിയാമോ? അനേകായിരം, അനേക ലക്ഷം ജനങ്ങളോട് വചനം പ്രസംഗിക്കാനുള്ള അഭിഷേകം. കോട്ട ശുശ്രൂഷയുടെ തുടക്കക്കാരിൽ ഒരാളായി ദൈവം എന്നെ നിയോഗിച്ചു. കോട്ട ശുശ്രൂഷ 1987 തുടങ്ങി ഇന്ന് 5 വൻകരകളിലും വ്യാപിച്ചിരിക്കുന്നു. കോട്ട ശുശ്രൂഷയുടെ വകയായി 60ഓളം ധ്യാനമന്ദിരങ്ങൾ ദൈവം 5 വൻകരകളിൽ ഉയർത്തി. ലക്ഷോപലക്ഷം പേർ വചനം കേൾക്കാൻ, വൈദികരും അൽമായരും വചന പ്രഘോഷകരാകാൻ ദൈവം തിരഞ്ഞെടുത്തു. അപ്പസ്തോലന്മാരോട് ഈശോ പറഞ്ഞു, ഈശോ മരിച്ചുയർത്തിയ യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞു, നിങ്ങൾ ജെറൂസലേം വിട്ടു പോകരുത്, ഇവിടെ തന്നെ ഇരിക്കുവിൻ, എന്നിൽ നിന്ന് കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. യേശുവിൻ്റെ കൽപ്പന അവരനുസരിച്ചു. പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ 10 ദിവസം അവർ പ്രാർത്ഥനാനിരതരായി. 10-ാം ദിവസം അഗ്നിജ്വാലകളുടെ രൂപത്തിൽ 12 അപ്പസ്തോലന്മാരുടെയും കൂടെ ഉണ്ടായിരുന്ന 120ഓളം ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അവരെല്ലാം പുതിയ ഭാഷകളിൽ സംസാരിച്ചു. വലിയ ജനക്കൂട്ടം അവർക്ക് ചുറ്റും ഒരുമിച്ച് കൂടത്തക്ക രീതിയിൽ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ശബ്ദം അവിടെ ഉണ്ടായി. ആ വലിയ ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന പത്രോസ്, മീൻപിടുത്തക്കാരനായ പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് വചനം പ്രഘോഷിച്ചു. ജനങ്ങൾ പത്രോസിൻ്റെ വചനപ്രഘോഷണം കേട്ട് മാറത്തടിച്ച് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? കാരണം പത്രോസ് പറഞ്ഞു, നിങ്ങൾ കുരിശിൽ തൂക്കിക്കൊന്ന യേശുവിൻ്റെ നാമത്തിലാണ് ഇത്രയും വലിയ അഭിഷേകം നടക്കുന്നത്. പത്രോസിൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ 3000ഓളം പേര് പരിശുദ്ധാത്മാവിന് നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ കാലയളവിലും ഇതേ അഭിഷേകം സഭയിൽ നൽകിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ആനന്ദിക്കാം. കോട്ട ഡിവൈൻ ശുശ്രൂഷ മാത്രമല്ല, അനേകം ശുശ്രൂഷകളെ ദൈവം തിരഞ്ഞെടുത്തു. ശാലോം മിനിസ്ട്രി, ഗുഡ്നസ് TV, ഒട്ടായച്ചൻ്റെ നേതൃത്വത്തിലുള്ള ശുശ്രൂഷകൾ, അനേകം ധ്യാനമന്ദിര ശുശ്രൂഷകളെ ദൈവം ഈ കാലയളവിൽ തിരഞ്ഞെടുത്തു. 5 വൻകരകളിലും ശുശ്രൂഷകരെ
അയച്ചു. നമുക്ക് കോടാനുകോടി നന്ദി അർപ്പിക്കാം. നിക്കോദേമസിനോട് ഈശോ പറഞ്ഞ വചനം ഒരിക്കൽ കൂടി ഓർക്കാം. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. വീണ്ടും ഈശോ പറഞ്ഞു, ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിക്കുക, അല്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഏറ്റവും ഭാഗ്യമുള്ളവരാണ്. ഈ കാലഘട്ടം അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ആന്തരിക സൗഖ്യവും 10,000ങ്ങളുടെ മേൽ വർഷിക്കുന്ന വചന ശുശ്രൂഷകൾ ലോകത്തെല്ലായിടത്തും ഉയർത്തപ്പെടുന്നു, അഭിഷേകം ചെയ്യപ്പെടുന്നു. ഈ ഏതാനും മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഈ വചന ശുശ്രൂഷയുടെ സമയത്തും കർത്താവ് പരിശുദ്ധാത്മാവിനെ വർഷിക്കുക മാത്രമല്ല, ശരീരത്തിനും മനസ്സിനും ആത്മാവിനും രോഗശാന്തികൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മളെല്ലാവരും തിരിച്ചറിയും. വചനം കേൾക്കുമ്പോൾ ഈശോ പറയുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. ശരീരത്തിനും ആത്മാവിനും സൗഖ്യം, വിടുതൽ, ബന്ധനങ്ങൾ വിട്ടുപോകുന്നു. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് സന്തോഷിക്കാം. നിക്കോദേമോസിനോട് യേശു പറഞ്ഞ വചനം നമുക്കും ലോകം മുഴുവനുള്ള തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള വചനമാണ്. കൊടാനുകോടി മക്കൾക്കുള്ള വചനമാണ്. അതിനാൽ ഈ കാലയളവിൽ അനേകരുടെ ജീവിതത്തിൽ പരിവർത്തനം, മാനസാന്തരം, വിശുദ്ധീകരണം, രൂപാന്തരീകരണം വരുത്തുവാൻ ദൈവം ഈ ശുശ്രൂഷയെയും നമ്മളെയും തിരഞ്ഞെടുത്തിരിക്കുന്നു. നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. വചനം പങ്കുവെക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ അന്ധന്മാർ കാണുന്നു, ചകിടന്മാർ കേൾക്കുന്നു, മുടന്തന്മാർ മാനിനെപ്പോലെ കുതിച്ചുചാടുന്നു, തളർവാദ രോഗികൾ സുഖപ്പെടുന്നു. ഈ വലിയ അനുഗ്രഹങ്ങളും അഭിഷേകവും നൽകുവാൻ നമ്മളെയും ഈ കാലഘട്ടത്തെയും ദൈവം തിരഞ്ഞെടുത്ത ദൈവകൃപയ്ക്ക് വേണ്ടി നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. 1 പത്രോസ് 1:23 നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്നാണ്, സജീവവും സനാതനവുമായ ദൈവ വചനത്തിൽ നിന്ന്. നല്ലവനായ ദൈവത്തിന് അവിടുന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നൽകിയിരിക്കുന്ന 33,000-ഓളം തിരുവചനത്തിന് വേണ്ടി നന്ദി പറയാം. അതിലെ തിരഞ്ഞെടുക്കപ്പെട്ട വചനങ്ങൾ നമ്മൾ പഠിക്കുവാനും കുറിച്ചെടുക്കുവാനും ആവർത്തിച്ചേറ്റു പറയുവാനും അതുവഴി അനുദിനം ദൈവശക്തി അഭിഷേകം പ്രാപിക്കാനും ഇടവരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം.